ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും ഞങ്ങൾ നേരട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായമാണ്. മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണ്, എന്നാൽ വളരെ മുന്നറിയിപ്പുകളുള്ള ഒരു അധ്യായം കൂടിയാണിത്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും, മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ തോന്നിയാസം ജീവിക്കുന്ന ആളുകൾക്ക് വരുന്നതായിരിക്കുന്ന നാശത്തെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അനുഗ്രഹത്തെക്കുറിച്ചും അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ചും, രണ്ടാമത്തെ പകുതിയിൽ ദൈവത്തെ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവർക്ക് വരുന്നതായിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തെ മാനിച്ച് ജീവിക്കുന്ന ആളുകളെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം ധാരാളം സമൃദ്ധിയും അനുഗ്രഹവും നൽകും. അത് ഈ അധ്യായത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്നാണ്. പട്ടണത്തിലും വയലിലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങനെയാണ്. അവർ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹിക്കും. അവർ കൈവയ്ക്കുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. 1-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്, അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും, തക്കകാലത്ത് ഫലം കായ്ക്കും, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. ദൈവത്തെ മാനിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ദ്വേഷിക്കുന്നവരെ ദൈവത്തെ അവർ ദ്വേഷിച്ചതിൻ്റെ ശിക്ഷ അവർക്ക് നൽകുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തെ മറന്നവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് വരുന്ന ജീർണതയും ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. എന്തൊക്കെ ജീർണത അവർക്ക് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്? അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കൃഷി ചെയ്താൽ ഫലം തരികയില്ല, ബിസിനസ് ചെയ്താൽ വിജയിക്കുകയില്ല, അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരും. അതുമാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ നിങ്ങൾക്ക് മാനനഷ്ടം വരും. യഹൂദന്മാർ ലോകത്തിലെവിടെ ചെന്നാലും അവർ ഏറ്റവും ശ്രേഷ്ഠ ജാതികളാണ്. അവർ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക്, കലാപരമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്, മിലിറ്ററി ശക്തി, എല്ലാ നിലയിലും അവർ ശക്തരാണ്. എന്നാൽ ദൈവത്തെ അപമാനിച്ച് കഴിയുമ്പോൾ, ദൈവത്തെ തള്ളിക്കളയുമ്പോൾ എല്ലാ തലത്തിലും അവർക്ക് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും, പിന്നെ ഒടുവിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമനില തെറ്റിയുള്ള ജീവിതവും, ഹൃദയത്തിൻ്റെ വിറയലും, കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയും, തിമിരം പിടിച്ച കണ്ണുകളും, കൈകാലുകൾക്ക് വിറയലും, ശരീരത്തിന് ബലമില്ലായ്മയും, അങ്ങനെ വലിയ ഒരു ലിസ്റ്റ് തന്നെ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, എന്താ ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നത്? പഴയ നിയമകാലത്ത് ഇസ്രായേലിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ മാനിക്കാതെ ജീവിച്ചാൽ നിങ്ങൾ സാമ്പത്തികമായി ജീർണിക്കും, നിങ്ങളുടെ മാനം നഷ്ടപ്പെടും, നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമനില തെറ്റും, താളം തെറ്റും, ഹൃദയത്തിന് വിറയലുണ്ടാകും, കണ്ണിന് കാഴ്ചയില്ലായ്മ ഉണ്ടാകും, തിമിരം പിടിച്ച കണ്ണുകൾ നിങ്ങൾക്കുണ്ടാകും, കൈകാലുകൾക്ക് വിറയൽ വരും, ശരീരത്തിന് ബലമില്ലെന്ന് വരും. ഇങ്ങനെ നിങ്ങൾ ആകെക്കൂടെ കഷ്ടവും നഷ്ടവും അനുഭവിക്കുന്ന ആളുകളായിത്തീരും. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. പാപത്തിൻ്റെ ഭയാനകമായ ഭവിഷ്യത്തുകളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്. എന്തോരം ഭവിഷ്യത്തുകളാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വായ്പ നൽകി വന്നതായിരിക്കുന്ന യഹൂദന്മാരെക്കുറിച്ച് പറഞ്ഞത്, അവർ സകല മനുഷ്യരിൽ നിന്നും വായ്പ വാങ്ങുന്ന സ്ഥിതിയിലേക്ക് വരുമെന്നാണ്. നിങ്ങൾ വിചാരിച്ചുകൊള്ളൂ, സമൂഹത്തിലെ ഏറ്റവും ധനവാനായ മനുഷ്യൻ, അവനിൽ നിന്നാണ് എല്ലാവരും വന്ന് കടം വാങ്ങിക്കൊണ്ട് പോയത്. എന്നിട്ട് ആ മനുഷ്യൻ ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾ അയാളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. മുൻപ് എന്നിട്ട് പറയുന്നു, സ്നേഹിത കാശുണ്ടെങ്കിൽ ഒരു 500 രൂപ കഴിഞ്ഞിട്ട് തരണമായിരുന്നു. നിങ്ങൾ ചോദിക്കില്ല, എന്താ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് 5000 രൂപ പലിശയ്ക്ക് വാങ്ങിയതാണല്ലോ, എന്നിട്ട് എന്ത് പറ്റിയെന്നോ? ദൈവം എന്നെ കൈവിട്ടു, അതാണ് പറ്റിയത്. ഞാൻ ദൈവത്തെ കൈവിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ച് ആണ് ഞാൻ എൻ്റെ കച്ചവടം നടത്തിയത്. ദൈവം പറഞ്ഞു, മതി, ഞാൻ ഇനി നീ ചെയ്ത പ്രവൃത്തികൾക്ക് യോഗ്യമായ നിലയിൽ നിന്നോട് ഞാൻ പെരുമാറാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും. അതുപോലെ യഹൂദനെന്ന് കേട്ടാൽ എല്ലാവരും സല്യൂട്ട് അടിക്കുന്ന വിധത്തിലുള്ള ജാതികളായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലുള്ള ജാതികളായി തീരുമെന്നാണ് പറഞ്ഞത്. ഭയങ്കരമാണല്ലേ? അങ്ങനെയാണ്, ഭയങ്കരമാണ്. നിന്ദയ്ക്ക് വിധേയരാകും. പാപത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, ഭയങ്കരമാണ്. പാപം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവാരത്തിൻ്റെ തകർച്ചയെന്ന് പറയുന്നത് കേവലം സാമ്പത്തിക തകർച്ച മാത്രമല്ല. നമ്മുടെ തകർച്ചയെന്ന് പറയുന്നത് സാമ്പത്തികവും ആരോഗ്യപരവും മാനസികവും കലാപരവും എല്ലാ തരത്തിലും ശരീരത്തിൻ്റെ ശക്തി ഊർജ്ജതയും രാജ്യത്തിൻ്റെ ശക്തി ഊർജ്ജതയും പട്ടാളത്തിൻ്റെ ശക്തി എല്ലാം നഷ്ടമായി എല്ലാവരും നിന്ദിക്കപ്പെട്ടതായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരും.
പാപം എന്ന് പറയുന്നത് ഭയങ്കരമാണ് എൻ്റെ പ്രിയമുള്ളവരെ. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞത് കേവലം നിത്യനരകത്തെക്കുറിച്ച് മാത്രമല്ല, അതാണ് അതിൻ്റെ പ്രധാനമായ ഭാഗം എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അതുമാത്രമല്ല, പാപം ചെയ്താൽ നാശം സംഭവിക്കും, ജീർണത സംഭവിക്കും, മരണം സംഭവിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്ന് മാപ്പ് പറഞ്ഞ് ദൈവം തരുന്നതായിരിക്കുന്ന രക്ഷദാനമായി സ്വീകരിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ ദൈവമക്കൾ പാപം ചെയ്താൽ എത്ര വലിയ പരാജയമാണെന്ന് അവർക്ക് വരുന്നതെന്നാണ് ഈ ഭാഗം പറയുന്നത്. ഇസ്രായേൽ മക്കൾ ലോകത്തിൻ്റെ അസൂയായിരുന്നവർ ഇപ്പോൾ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ലോകത്തിൻ്റെ നിന്ദയായി ഭവിച്ചു. അവരെ കണ്ടാൽ ആളുകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവരെ കണ്ടപ്പോൾ ഇപ്പോൾ പറയുന്നത് ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു ജാതിയാണ് ഇവരെന്ന് പറയുന്നു. ഇത് വളരെ സങ്കടകരമാണ്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പാപത്തിൻ്റെ ഭയാനകത ഭയങ്കരമാണ്. നമ്മൾ പാപത്തെ അങ്ങേയറ്റം വെറുക്കണം. പാപത്തെ താലോലിക്കരുത്. പാപത്തിന് പ്രീമിയം കൽപ്പിക്കരുത്. പാപം ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ലാഭം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ലാഭമെന്ന് തൽക്കാലം തോന്നുന്നത് നഷ്ടമാണ്. അതൊരു വലിയ നഷ്ടമാണ്. പാപം അത്ര ഹീനമായിരിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതാണ്. മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതാണ്. ഒരു മനുഷ്യന് തന്നെ തൻ്റെ മനസ്സിനോടും തൻ്റെ വ്യക്തിത്വത്തോടും വെറുപ്പ് തോന്നിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ഞാൻ ജീവിച്ചതിന് എന്ത് കാര്യം? കാരണം അവരുടെ ജീവിതത്തിലെ മാന്യത അവർക്ക് നഷ്ടപ്പെട്ടു. അവർ പാപം ചെയ്തതിൻ്റെ ഫലമായി പല കാരണങ്ങളാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ദൈവത്തോട് മറുതലിച്ചു, കുടുംബത്തോട് മറുതലിച്ചു, സമൂഹത്തോട് മറുതലിച്ചു. അവർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല, ഇനി ജീവിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും മനുഷ്യൻ പറയുന്നത് കേട്ടു, എനിക്കിനി ഈ ലോകത്ത് ജീവിക്കാനൊക്കെ എന്ന് പറഞ്ഞു. ഈ ലോകത്ത് ജീവിക്കുവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകളെയാണ് ചെയ്തത്. കാരണം തനിക്ക് തോന്നി താൻ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ എല്ലാ ഔദാര്യങ്ങളെയും ദൈവത്തിൻ്റെ എല്ലാ കരുണയും ഞാൻ ലംഘിച്ചു, ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്തു എൻ്റെ ഹൃദയം ജീർണിച്ചു, എൻ്റെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു, എനിക്കിനി ഈ ലോകത്ത് ജീവിക്കാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരത് ഭയാനകമാണ്. ഞാൻ ശിംശോനെ പറ്റി പലപ്പോഴും വിചാരിക്കും. പഴയ നിയമത്തിൽ ശിംശോൻ ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ടായ ന്യായാധിപന്മാരുടെ ഏറ്റവും ശക്തനായിരുന്നു. പക്ഷേ ഒരു സന്ദർഭം വന്നു, ശിംശോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും ഈ ജനത്തോടുകൂടെ നശിക്കട്ടെ എന്നാണ്. ഞാനും ഈ ജനത്തോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ തൂണ് ഒടിച്ച് 3000 പേരൊന്ന് മരിച്ച കൂട്ടത്തിൽ ശക്തനായ ശിംശോനും മരിച്ചു. ഒരു ആത്മഹത്യ ചെയ്തത്. മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകൽച്ച വരികയും ദൈവം എന്നെ കൈവിട്ടു, എനിക്കിനി രക്ഷയില്ലെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ജീവിക്കാൻ പിന്നെ എന്ത് മോട്ടിവേഷനാണ് ഉള്ളത്? ഈ അധ്യായത്തിലും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും ഞാൻ നിങ്ങൾക്ക് തരും. എത്ര ഭയങ്കര കോമ്പിനേഷനാണ്! ശാരീരികവും മാനസികവും ആത്മീകവുമായിരിക്കുന്ന ജീർണത പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം പാപം ചെയ്യരുത്, പാപത്തെ നാം സ്നേഹിക്കരുത്, നമ്മുടെ തെറ്റുകളെ നാം നീതീകരിക്കരുത്. നാം നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് മാപ്പ് പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി പുതിയൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.